നടിക്ക് ഇപ്പൊ ഇങ്ങനെയാണ് ഈ അവസ്ഥയായോ? ഇതൊരു പാട്ട് വൈറലായി. കമന്റുകൾ കണ്ടപ്പോ തോന്നി അമ്മ അസോസിയേഷനെ വഴക്കുറയുന്നു ആൾക്കാര്. മമ്മൂക്കയും ലാലേട്ടനും ഇപ്പൊ പറയുന്നത് അമ്മയിലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന്. ആരാണ് പവർ ഗ്രൂപ്പ്? ഈ പറഞ്ഞതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാർ വരാത്തതിൽ ലാലേട്ടൻ എപ്പോഴും സങ്കടം പറയുന്നുണ്ട്. ദുൽഖർ സൽമാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. മമ്മൂക്കയുടെ ലാലേട്ടന്റെ മക്കൾ അവിടെ വന്നിട്ടില്ല. അവരൊക്കെ അമ്മയിലെ അംഗങ്ങളാണ്. മലയാള സിനിമയിൽ ഒരു മാഫിയ സംഘമുണ്ട്. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അമ്മയുടെ പെൺമക്കൾ എപ്പോഴും ശ്വേതാ ഗ്രൂപ്പിലുണ്ട്. ആ പയ്യന്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന അവർ സൗഹൃദപരമായിട്ട് സംസാരിച്ച ഒരു വോയിസാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മമ്മൂക്കയും ലാലേട്ടനും വന്ന് പറയട്ടെ. പിഷാരടിയെ പോലുള്ള ഒരാളെ ഇത്രയും ചതിച്ച ഈ ആൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ജയറാമിന്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. അതിവിനയവും ഫേക്ക് ആയിട്ടാണോ? ഫേക്ക് ആയിട്ടുള്ള ആളാണ്. ക്ലിപ്പ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം 1992 മലയാളത്തിൽ ഒരു സിനിമാ നടി ഇങ്ങനെ സംസാരിച്ചോ എന്ന് എല്ലാവർക്കും ഒരു അത്ഭുതം. ഇന്ന് അൻസിബ ഒറ്റപ്പെട്ടതുപോലെ ഞാൻ അന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഈ സിനിമ മേഖലയിൽ പേടിയല്ലേ എല്ലാവർക്കും? ഈ മെമ്മറി കാർഡ് ഇവരുടെ കയ്യിലുണ്ട്, കുക്കുവിന്റെ കയ്യിലുണ്ട്, ഇടവേള ബാബു ഉണ്ട്. കുക്കു എൻ്റെ അടുത്ത് പറഞ്ഞു മെമ്മറി കാർഡ് എവിടെയാണെന്ന് അറിയത്തില്ല. അതിന്റെ കള്ള റിപ്പോർട്ട് എത്ര ഭദ്രമായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കും. ആ സ്ഥാനത്ത് ശ്വേത വരാൻ ഒരു യോഗ്യതയുമില്ല. അൻസിബ വന്ന് അതിനകത്ത് കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് മരിച്ചാ മതി. ശ്വേതയോട് വന്നപ്പോൾ പറഞ്ഞു ശ്വേത അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അൻസിബയെ ജിഹാദി എന്ന് വിളിക്കുന്നു. അന്ന് ലക്ഷ്മിപ്രിയയാണ് അൻസിബയ്ക്ക് കൂട്ടുള്ളത്. അന്ന് ആ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം, ആ ധൈര്യം എവിടെ നിന്ന് വന്നു? അതൊക്കെ ബ്ലഡിലുള്ളതാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഉഷ ഹസീനയാണ്. വെൽക്കം ടു റിപ്പോർട്ടർ ഫിലിംസ്. ഏറ്റവും പുതിയ വിശേഷം കിരീടം റീ റിലീസ്. അതെ, ഉഷ ഹസീന എന്നുള്ള പേര് കേൾക്കുമ്പോൾ മലയാളികൾക്ക് എപ്പോഴും സേതുമാധവന്റെ പെങ്ങളെയാണ്, ആ ഒരു ക്യാരക്ടറാണ് ഓർമ്മ വരുന്നത്. ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? തീർച്ചയായിട്ടും അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതേയല്ല, നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ സിബി സാർ വിളിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആണ് ആദ്യം ഗ്രൂപ്പ് കണ്ടപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ സാറ് വിളിച്ചിട്ടിങ്ങനെ ട്രെയിലർ ലോഞ്ചാണ്, പിന്നെ വരണമെന്ന് പറഞ്ഞപ്പോൾ പോയി. എല്ലാവരെയും ഉള്ളവരെ കാണാൻ പറ്റി. പിന്നെ കുറേ പേര് അതാണ് ഏറ്റവും വലിയ വിഷമം. അഭിനയിച്ച ഒരു കുറെ ആളുകളെ നമുക്ക് നഷ്ടമായി. മലയാള സിനിമയ്ക്ക് തന്നെ നഷ്ടമായിട്ടുള്ള കുറെ ആളുകളാണ്. അപ്പൊ അങ്ങനെ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം റീ റിലീസിലേക്ക് വരുമ്പോൾ. അതിന് മുൻപേ ഉണ്ടല്ലോ. നമുക്കെപ്പോഴും നമ്മുടെ ഇവരൊക്കെ ആയിട്ട് നല്ലോണം അടുപ്പമുള്ളതാണ്. പ്രത്യേകിച്ച് പൊന്നമ്മ ചേച്ചിയുമായിട്ട് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ളതാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും നമുക്കെപ്പോഴും വേദന തന്നെയാണ്. ഈ സമയത്ത് ഇതിൻ്റെ പിന്നെ റീ റിലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഫംഗ്ഷന് ചെല്ലുമ്പോൾ അവിടെ വീഡിയോ വാളിൽ വന്ന പോസ്റ്ററിൽ ആകെ ഞങ്ങൾ 6 പേരേ ഉള്ളൂ ജീവിച്ചിരിക്കുന്നവർ. ബാക്കി മുഴുവൻ ആൾക്കാരും ഇല്ല. ലാലേട്ടൻ സംസാരിച്ചപ്പോഴും അത് പറഞ്ഞു. ആദ്യം തന്നെ അവർക്ക് പുഷ്പാർച്ചന നടത്തിയിട്ടാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയത്. ആ ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്ന എന്തെങ്കിലും ഉണ്ടോ? ലാലേട്ടനായിട്ടോ തെലുങ്കൻ ചേട്ടനായിട്ടോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട്? ഞാൻ ഇവരെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ജഗദീഷ് ഏട്ടനെ, കനകലത ചേച്ചിയെ ഒഴിച്ച് അവരെൻ്റെ ആദ്യത്തെ സിനിമയിലേ ഉണ്ട്, കണ്ടതും കേട്ടതിലും ഉണ്ട്. ബാക്കി എല്ലാവരെയും ആ സിനിമയിലാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ലാലേട്ടനെയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ജനലിലുള്ള സീനിലാണ് ആദ്യത്തെ എന്നെ കാണിക്കുന്ന ടൈം ഓർമ്മയുണ്ടോ? പിന്നെ കാലടിയിലെ ജയൻ ചേട്ടൻ്റെ വീടാണ്. 2 വീടും ഒരു വീട് തന്നെ. പാർവതിയുടെ വീടായിട്ട് അപ്പുറത്തെ സൈഡും നമ്മുടെ വീടായിട്ട് ഇപ്പുറത്തെ സൈഡായിട്ടാണ്. 2 വീട്, ഒരു വീട് തന്നെ 2ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ പാർവതിയെ ഞാൻ അതിനു മുമ്പ് വടക്ക് നോക്കിയ യന്ത്രത്തിൽ, അതല്ലാതെ തന്നെ എനിക്കറിയാം. പാർവതിയെ അറിയാം. പിന്നെ ഞാൻ എന്നെ ഡാൻസ് പഠിപ്പിച്ച മാഷ് എണ്ണക്കാട്ട് നാരായണൻകുട്ടി മാഷ്, മാവേലിക്കര മാഷിന്റെ ശിഷ്യ തന്നെയാണ് പാർവതി. പാർവതിയല്ല, അന്ന് അശ്വതിയാട്ടോ, ധന്യ, നവ്യ. അപ്പോൾ ഞങ്ങളൊക്കെ മാഷിന്റെ ശിഷ്യകളാണ്. പിന്നീട് സിനിമയിൽ വന്നപ്പോൾ ബാലേന്ദ്ര മേനോൻ സാറാണ് എൻ്റെ പേര് ഉഷയെന്നും. അതൊരു വലിയ പേരിന്റെ പേര് ഉഷയെ, അത് ബാലേന്ദ്ര മേനോൻ സാർ ഇട്ട പേരാണ് എൻ്റെ പേര്. ഉഷ സാർ എല്ലാ നായികമാരുടെയും പേര് മാറ്റിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ എന്റെ വിഷമം തോന്നിയിരുന്നു ഇത്രയും കാലം കേട്ടോണ്ടിരുന്ന പേര് മാറ്റി. പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അത് പറഞ്ഞില്ലേ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതി പറഞ്ഞു, വാപ്പിയും പറഞ്ഞു. നമുക്ക് നമ്മളൊരു പേര് സെലക്ട് ചെയ്യാനാ പറഞ്ഞു. കുറെ പേര് സാറ് തന്നിട്ട് ഇതിലേതെങ്കിലും ഒരു പേര് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വാപ്പി പറഞ്ഞു ഞാൻ എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ അത് മാറ്റുക. അപ്പോൾ സാറിന് നിർബന്ധമാണെങ്കിൽ പിന്നെ സാറ് തന്നെ ഒരെണ്ണം തന്നോ പേര്
അപ്പൊ സാറിട്ട പേരാണ് ഉഷ എന്നുള്ള പേര്. ചേച്ചി നല്ലൊരു നർത്തകിയാണ്, സിംഗർ ആണെന്നുള്ളത് ഈ ഒരു ഇടയ്ക്കാണ് എല്ലാവർക്കും അങ്ങോട്ട് മനസ്സിലായത്. ഒരു പാട്ട് വൈറലായി, പക്ഷെ ആ പാട്ട് വൈറലായത് വേറെ ഒരു മൂഡിലായി. അയ്യോ ഈ നടിക്ക് ഇപ്പൊ ഇങ്ങനെയാണ് ഈ അവസ്ഥയായോ, പാട്ട് പാടേണ്ട അവസ്ഥയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ ആ റീല് വൈറലായപ്പോഴും അതിന്റെ അടി വന്ന കമന്റ് ഒക്കെ കണ്ടപ്പോ എന്ത് തോന്നി ശരിക്കും? പിന്നെ ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്നെ ഇത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന്. അത് അതിനു മുമ്പ് ഒരു സ്കൂട്ടർ യാത്ര വൈറലായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, ഓ എൻ്റെ സിനിമകളൊക്കെ ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ, എന്നെയും ഇഷ്ടമാണല്ലോ എന്ന് എനിക്ക് അന്നും തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് ബീച്ചിലിരുന്ന് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, അവർക്കും പാടാന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട് അവിടെ. അപ്പോൾ ഷാജി ജമാൽ, അവിടെ കുറേ കടകളുണ്ട്. അതിൽ നമ്മൾ ഷാജി ജമാൽ, മുബാഷ അവരൊക്കെ നടത്തുന്ന കടയുടെ അവിടെ ഇങ്ങനെ പാടാം എല്ലാവർക്കും വന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ മിക്കവാറും ബീച്ചിൽ പോകാറുണ്ട്, ഞാനും ഹസ്ബൻഡും കൂടെ. അപ്പം അങ്ങനെ പോയപ്പോൾ അന്ന് ഞാൻ വീട്ടിൽ നിന്ന് അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേഷമാണ് പർദ്ദ. പിന്നെ ആ പർദ്ദ വീട്ടിൽ എളുപ്പത്തിൽ ഇടുകയും ചെയ്യാമല്ലോ നമുക്ക്. പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയത് ഹസ്ബൻഡ്. അപ്പം ഞാൻ ആ പർദ്ദയൊക്കെ ഇട്ട് ഇതുപോലെ ഷാളും ഇട്ട്, ഇങ്ങനെ തന്നെ ഷാളും ഇട്ടാണ് ഞാൻ അവിടെ ഇരുന്നപ്പോൾ. അന്ന് പാടണമെന്നൊന്നും ഉദ്ദേശിച്ചതല്ല. അപ്പോൾ അവിടെ വന്ന ആൾ വന്ന സീനൊരു പാട്ട് പാടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടുകാരല്ലേ, അപ്പോൾ ഞാനൊരു ആ പാട്ടങ്ങ് പാടിയതാ. ആരോ അത് ഞാൻ സാധാരണ നമ്മളിവിടെ നിന്നൊക്കെയാണ് പാടുന്നത്. ഇതാ ഒരു കസേരയിൽ ഇരുന്ന് പാടിയത്. ഇത് എടുത്തതോ വൈറലായതോ ഒന്നും ഞാൻ അറിയില്ല. ഇൻസ്റ്റയിൽ ആരോ ഇട്ടതാ. പിന്നെ റിപ്പോർട്ടർ ടിവിന്ന് വിളിച്ചെന്നെ ചോദിക്കായിരുന്നു, ആ ഇത് പിന്നെ ചേച്ചിയുടെ ഒരു പാട്ട് വൈറലായിട്ടുണ്ടല്ലോ. ഞാൻ ഏത് പാട്ട്? ബീച്ചിലിരുന്ന് പാടിയില്ലേ? അയ്യോ അതെപ്പോ ആരിട്ടു എന്ന് ചോദിച്ചു. ഞങ്ങൾ വിട്ടു എന്ന് പറഞ്ഞാണ് കാണിച്ച. റിപ്പോർട്ടർ ടിവിയിൽ വിട്ട് അത് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ കമന്റുകൾ കണ്ടപ്പോ എന്ത് തോന്നി? കമന്റുകൾ കണ്ടപ്പോൾ തോന്നി, ആ അമ്മ അസോസിയേഷനെ വഴക്ക് പറയുന്നു ആൾക്കാർ, മമ്മൂക്കയും ലാലേട്ടനും ഇവരെ സഹായിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര അങ്ങനെ കുറെ കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു. പലരും എന്നെ കോണ്ടാക്ട് ചെയ്തു, ഇപ്പൊ എന്താ അവസ്ഥ, ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചു. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ, അവിടെ പോയിരുന്ന് അങ്ങനെ പാടേണ്ട ആവശ്യം എന്തായിരുന്നു, ഇപ്പൊ എന്താ സ്ഥിതി എന്നൊക്കെ ചോദിച്ചു കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടുപേരും പാട്ട് എന്തായാലും പാട്ടിനെ കുറിച്ചല്ലേ പറഞ്ഞു. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. അടിപൊളി. അയ്യോ, ഇപ്പം ഉഷ ഹസീന എന്നുള്ളൊരു പേര് കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ പേര് കേൾക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് 1992 ചേച്ചി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പ് ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് വന്നു എന്നുള്ളതാണ്. ആ ക്ലിപ്പ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഇത് ശരിക്കും ഇങ്ങനെ 1992 മലയാളത്തിലൊരു സിനിമാ നടി ഇങ്ങനെ സംസാരിച്ചോ എന്ന് എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നും. കാരണം കൃത്യമാണ്, വ്യക്തമാണ് കാര്യങ്ങൾ. മലയാള സിനിമയിൽ ഒരു മാഫിയ സംഘമുണ്ട്, അല്ലെങ്കിൽ മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് റെഡിയാകുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു 2017 ശേഷമാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനുള്ള ആളുകൾ, അല്ലെങ്കിൽ WCC പോലെയുള്ള കാര്യങ്ങളിലുള്ള മെമ്പേഴ്സ് തുറന്നു പറഞ്ഞത്. ഇത് ചേച്ചി 1992 തുറന്നു പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങളില്ലാത്തതുകൊണ്ട് അതിനത്രമാത്രം റീച്ച് കിട്ടി എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷെ അന്ന് ആ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം, അതാണ് എല്ലാവരും ചോദിക്കുന്നത്. ആ ധൈര്യം എവിടെ നിന്ന് വന്നു? അതെൻ്റെ ബ്ലഡിലുള്ളതാണ്. ധൈര്യം തുറന്നു പറയാൻ ബ്ലഡിലുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ വാപ്പ തന്നെ എൻ്റെ പേര് മാറ്റുന്നതിനും എന്നെ ഡാൻസ് പഠിപ്പിക്കുന്നതിനും ഒക്കെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ എതിർത്തപ്പോഴും പുള്ളി ഉറച്ചു നിന്നു. സിനിമയിൽ അഭിനയിപ്പിക്കും, ഡാൻസ് പഠിപ്പിക്കും, പാട്ട് പഠിപ്പിക്കും ഒക്കെ പറഞ്ഞ് കലാകാരിയായിട്ട് വളർത്തും. അതൊക്കെ അന്ന് ഭയങ്കര എതിർപ്പായിരുന്നു നമ്മുടെ കുടുംബത്തിലൊക്കെ. അപ്പോൾ അതൊക്കെ വകവയ്ക്കാതെ ആ ഒരു, പിന്നെ പോലീസുകാരനുമാണ്, കലാകാരനാണെങ്കിൽ പോലീസ് ജോലിയുണ്ട്. പക്ഷെ ആ വാപ്പയുടെ ഒരു രീതിയായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ ഉണ്ടാവുമല്ലോ, മത്തം കൊത്തിയ കുമ്പളം ചോദിച്ചതുപോലെ നമ്മൾ ആ ഒരു ബ്ലഡാണ്. ആ രീതി അങ്ങനെ അന്നും നിലപാട് ഇത് തന്നെ, ഇപ്പോഴും നിലപാട് അത് തന്നെ. അന്ന് ഞാൻ അത് പറഞ്ഞത് പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ
അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനത് പറഞ്ഞത്. അന്ന് എനിക്ക് നേരിട്ട പ്രശ്നത്തിൽ ഞാൻ ഇന്ന് അൻസിബ ഒറ്റപ്പെട്ടതുപോലെ ഞാൻ അന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട്. അന്ന് ഏത് രീതിയിലാണ് ചേച്ചി ഒറ്റപ്പെട്ടതെന്ന് പറയാൻ പറ്റുമോ? ഞാൻ അതിലേക്ക് ഇനിയിപ്പോൾ പോകേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വിഷയമൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ കാലഹരണപ്പെട്ടു പോയ കാര്യങ്ങളാണ്. നമ്മൾ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു. അതിന്റെ ഈ തുറന്നു പറച്ചിലിന് ശേഷം എന്തെങ്കിലും അതിൻ്റെതായ ചേച്ചിന്റെ കരിയറിലോ ലൈഫിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടായിരുന്നു? അവസരങ്ങൾ കുറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് വേറെ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടത് ആ ഒരു കാലഘട്ടത്തിൽ? ഒറ്റപ്പെടുത്തലല്ലേ, അത് തന്നെയല്ലേ ഏറ്റവും വലിയ എൻ്റെ കരിയർ പോവുക, ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ. അതിനുശേഷവും എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ എൻ്റെ നിലപാടുകൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പ്രതികരിക്കുന്ന ആള് എന്ന നിലയിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റി നിർത്തപ്പെട്ടു ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആരെങ്കിലും എനിക്ക് പറയാനെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഈ സിനിമാ മേഖലയിൽ പേടിയല്ലേ എല്ലാവർക്കും? നടന്മാരും വന്നിട്ടുണ്ട്? ആരും വന്നിട്ടില്ല. കൂടെ നിൽക്കുന്ന സ്ത്രീകൾ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് അൻസിബ ഇന്ന് അനുഭവിക്കുന്ന വേദന നമുക്ക് കാണുമ്പോൾ നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഒരാൾക്കും അങ്ങനെ ഉണ്ടാവരുത്. നമ്മളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ആ ഒരു ടൈമിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതിന് ശേഷം ചേച്ചി കൊടുത്ത പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ എൻ്റെ അവസരങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സത്യമുണ്ടോ? അതിൽ സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്നോട് ഞങ്ങൾ അറിഞ്ഞ കാര്യമാണ്. അതിൽ എന്തുമാത്രം സത്യമുണ്ട്. എന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അത് വന്നതിന് ശേഷം ആൾക്കാർ ഒത്തിരി സൈബർ ആക്രമണം നടത്തിയതാണ്. മമ്മൂക്കയുടെ ഫാൻസുകാരും ഒക്കെ. അവർ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നതല്ല ഇത്. ഞാനൊരു സത്യം എന്നോട് പറഞ്ഞ കാര്യം ഈ കമൻറ്റ് വന്നത് കൂട്ടത്തിൽ ആരൊക്കെയോ പറഞ്ഞത് എന്നോട് ഇതുപോലെ ആങ്കർ ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ സത്യം എനിക്കറിയാവുന്ന സത്യം ഞാൻ തുറന്നു പറഞ്ഞു. ഞാൻ ഇന്നസെൻ്റ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ കാര്യവും എന്നോട് പറഞ്ഞ ആൾക്കാരുടെ കാര്യവും അത് വിശ്വസനീയമായ സ്ഥലത്ത് നിറഞ്ഞ കാര്യമാണ്. ഇന്നസെൻ്റ് ഏട്ടൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞപ്പം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു റിയാക്ഷൻ? അദ്ദേഹം എന്നെ അപ്പം തന്നെ എൻ്റെ കൈ പിടിച്ചതാന്നൊക്കെ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, പറഞ്ഞാൽ മതി. അദ്ദേഹം അത് പറഞ്ഞതായിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പുള്ളി ഞാൻ ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞു പുള്ളി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കൊരു ഉറപ്പ്. ഇന്നസെൻ്റ് ഏട്ടൻ ഞാൻ പറഞ്ഞു ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അദ്ദേഹവും ഞാനും വിശ്വസിക്കുന്ന ഒരു ദൈവം, എനിക്ക് എന്ത് തരണമെന്ന് ദൈവം വിചാരിച്ചാൽ അതെനിക്ക് കിട്ടും. എന്ത് തരണ്ടെന്ന് വിചാരിച്ചാൽ അത് ആരെ കൊണ്ട് തരാനും പറ്റത്തില്ല. തരണമെന്ന് വിചാരിച്ചാൽ തടുക്കാനും സാധ്യത. ആ വിശ്വാസത്തിലാണ് എന്നാണ് ഞാൻ അന്ന് ഇന്നസെൻ്റ് ഏട്ടനോട് പറഞ്ഞത്. അതൊക്കെയാണ് ഞാൻ അന്ന് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. പക്ഷെ അത് വേറെ രീതിയിലാണ് ഈ ഫാൻസ് അസോസിയേഷൻകാരെടുത്ത്. പക്ഷേ ഞാൻ പിറ്റേ ജനറൽ ബോഡിക്ക് പിന്നെ അമ്മയിൽ ചെന്നപ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ എത്ര പേരെന്നെ അഭിനന്ദിച്ചു എന്നറിയാമോ? അത്രയും തുറന്നു പറയാൻ കാണിച്ച ധൈര്യം ആർക്കും ഇല്ല. അവിടെ പലർക്കും ഇല്ലാത്ത കാര്യം അത് പറഞ്ഞതിന് എൻ്റെ സഹപ്രവർത്തകർ, അമ്മയിലുള്ള അംഗങ്ങൾ പലരും എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തുറന്നു പറച്ചിലുകൾക്ക് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് സിനിമാ രംഗം. പലരും മാനസികമായിട്ട് പല കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് പറയും. ചിലപ്പോൾ അവർക്കും ആഗ്രഹമുണ്ട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള ധൈര്യം അവർക്ക് ഇപ്പോഴും വന്നിട്ടില്ല. പലർക്കും വന്നിട്ടില്ല. പറയണമെന്നൊക്കെ ഉണ്ട്, അവർക്ക് കൂടെ വന്ന് നിന്ന് നമ്മളോടൊപ്പം സംസാരിക്കണമെന്നും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോഴും ആ ധൈര്യം വന്നിട്ടില്ല. നടക്കുന്നത് അനീതിയാണെന്ന് അറിയാം, അവർക്ക് ഉറപ്പായിട്ടും അറിയാം. പക്ഷെ അവർക്ക് പുറത്തേക്ക് അവർ മാറണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സംസാരിക്കുന്നത്? അല്ല, ഏറ്റവും ആവശ്യമുള്ള സമയമാണ് ഇപ്പം സംസാരിക്കേണ്ടത്. അപ്പം ഇപ്പം സംസാരിച്ചില്ലേ പിന്നെ എപ്പോഴാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്? ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് പിന്നെ നമ്മുടെ സംഘടനയിലെ പിഷാരടി അംഗമാണ്, ജനപ്രതിനിധി കൂടിയാണ്. അദ്ദേഹം വിശ്വാസപൂർവ്വം സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. വലിയ ചതിയാണത്, വിശ്വാസവഞ്ചനയാണ്, അതൊരു ക്രൈമാണ്. ഇപ്പം അമ്മ അസോസിയേഷൻ എടുക്കുകയാണെങ്കിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലുള്ള ഒരുപാട് അവിടുന്ന് ആരോപണം, ഈ സൈഡിൽ നിന്ന് ആരോപണം. ഇത് ഏതാണെന്ന് ചിലപ്പം കേൾക്കുന്ന പ്രേക്ഷകർക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പം ഈ 2017 നടിയെ ആക്രമിച്ച കേസിന് ശേഷം അല്ലെങ്കിൽ WCC പോലൊരു സംഘടന, അമ്മയിൽ നിന്ന് കുറച്ച് ആളുകൾ മാറിയ WCC പോലൊരു സംഘടന രൂപീകരിക്കപ്പെടുന്നു. ആ സമയത്തൊക്കെ അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരണമെന്ന് ഉറക്കെ പറഞ്ഞ ഒരാളാണ് ചേച്ചി. പക്ഷേ ശ്വേതാ മേനോനെ പ്രസിഡൻ്റായി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ശ്വേത അതിന് അർഹയല്ല എന്ന് ചേച്ചി പറയുന്നത്, അതിൻ്റെ ഒരു റീസൺ എന്താണ്?
ആക്ച്വലി അങ്ങനെ ഒരു തീരുമാനം വരുന്നത് തന്നെ ഇപ്പം സ്ത്രീകൾ നയിക്കുന്ന ഒരു ഭരണസമിതി വരട്ടെ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ആ തെരഞ്ഞെടുപ്പ് പിന്നെ നോമിനേഷൻ കൊടുക്കേണ്ട സമയം കഴിഞ്ഞ് അതിന് ശേഷമാണ് സ്ത്രീകൾ നയിക്കട്ടെ എന്നൊരു പെട്ടെന്ന് അങ്ങ് ഒരു ഡിക്ലറേഷൻ വരികയായിരുന്നു. പിന്നെ അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് ചേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നോമിനേഷൻ, പിന്നെ ദേവൻ ചേട്ടനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജഗദീഷ് ചേട്ടൻ അമ്മയ്ക്ക് പിന്നെ എല്ലാവർക്കും താല്പര്യമുള്ള ആളല്ല എന്ന് പിന്നെ മാലാപാർവതി വന്ന് പറയുകയും പ്രസ് മീഡിയയിൽ വന്ന് പറയുകയും അങ്ങനെയൊക്കെ വന്നപ്പോൾ ജഗദീഷ് ചേട്ടന് മാനസികമായിട്ട് ബുദ്ധിമുട്ടായി. ജഗദീഷ് ചേട്ടൻ പിൻവലിച്ചു. പിന്നെ കുറ്റാരോപിതർ മത്സരിക്കാൻ പാടില്ല എന്ന് അമ്മ നടിമാരായ ശ്രീലതാ നമ്പൂതിരിയും പിന്നെ മല്ലിക സുകുമാരനും ഒക്കെ മീഡിയയിലേക്ക്, അതൊക്കെ ഒരു ആസൂത്രിതമായിട്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇവർക്ക് വരാൻ വേണ്ടിയിട്ട്, ഇവർക്ക് മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആസൂത്രിതമായ നീക്കമായിരുന്നു അതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ കൊണ്ടൊക്കെ കൺവിൻസ് ചെയ്ത് പറയിച്ചു. അത് അപ്പോൾ പിന്നെ ബാബുരാജ് മാറുന്നു, പിൻവലിക്കുന്നു. പിന്നെ ഇടവേള ബാബു പിന്നെ മത്സര രംഗത്ത് കൊടുത്തില്ല എന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ടില്ലായിരുന്നു. അപ്പം പിന്നെ എല്ലാവരും ഇവർ മാത്രമായി, ഇവർ അതിന് ഒരിക്കലും ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ മാത്രമായി അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ. അതൊരു ആസൂത്രിതമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നോട് അതിന് മുൻപ് ശ്വേത വിളിച്ച് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു, പിന്നെ ഇടവേള ബാബു ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം, ഞാൻ മത്സരിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാബു ചേട്ടൻ പിന്നെ 15-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് 16-ാം തീയതി ഇടവേള ബാബു ആ സെക്രട്ടറിയുടെ സീറ്റിൽ വന്നില്ലെങ്കിൽ അമ്മ ഉണ്ടാവില്ല 16, അമ്മ പിന്നെ കാണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു ഇവരെന്തൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം അപ്പോൾ കുറ്റാരോപിതനാണ് ബാബു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായിരുന്നു. പിന്നെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അമ്മയുടെ ഓഫീസിൻ്റെ വാതിൽക്കൽ റീത്ത് വെച്ചിട്ടുണ്ട്. ജനങ്ങളെല്ലാം എതിരായിട്ട് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ആ വ്യക്തിയെ കൊണ്ടുവന്നിരുത്തണം എന്ന് പറയുമ്പോൾ അതിലെന്ത് ന്യായമാണുള്ളത്? അങ്ങനെ ഒരു പിന്നെ എന്താ, അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ സംഘടനയെ നയിക്കേണ്ട സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നലുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്, ആ സ്ഥാനത്ത് ശ്വേത വരാൻ ഒരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞത്. കുക്കുവിൻ്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ സ്ത്രീകളെ അവരമ്മയിൽ പിന്നെ പരാതികളുള്ള സ്ത്രീകൾ വരൂ, നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങളുടെ കംപ്ലൈൻ്റൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം, നമുക്കൊരു ചർച്ച ചെയ്യാമെന്നും പറഞ്ഞ് നമുക്കൊരു ചായയൊക്കെ കുടിച്ച് പിരിയാമെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു വരുത്തി ഹോളിഡേ ഇൻ ഹോട്ടലിൽ. അവിടെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ 10-15 പേരുണ്ട്. ലളിത ചേച്ചി, പൊന്നമ്മ ബാബു, മഞ്ജു പിള്ള, പിന്നെ കുക്കു പരമേശ്വരൻ. കുക്കുവാണ് ഞങ്ങളെയൊക്കെ വിളിച്ചു വരുന്നത്. കുക്കു വിളിച്ചിട്ട് സംശയം തോന്നിയിട്ട് അന്നത്തെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെ ഞാൻ വിളിച്ച് ചോദിച്ചതാണ്. ഞാൻ ഇങ്ങനെ കുക്കു അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലില്ല, അന്നില്ല, അന്ന് ശ്വേതയുണ്ട്, ഇല്ല. ചോദിച്ചപ്പോൾ അന്നിങ്ങനെ മറ്റേ നടി ആക്രമിക്കപ്പെട്ട വിഷയവും അതും ഇതുമൊക്കെ ഭയങ്കര തീവ്രമായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് പിന്നെ ഹേമ കമ്മീഷൻ പോലും നിലവിൽ വരുന്ന സമയമാണ്. റിപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല, നിലവിൽ വരുന്ന സമയമാണ്. അപ്പം സിനിമാ രംഗത്ത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടപ്പോഴത്തേക്കാണ് ഇവർ അന്ന് സ്ത്രീകൾക്ക് അമ്മ തന്നെ ഒരു വേദി, എന്താണ്, നിങ്ങൾ വന്ന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയൂ, നിങ്ങൾക്ക് വേണ്ട നീതി ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ അവിടെ വരുത്തിയത്. കുറേ നടിമാരുണ്ടായിരുന്നു, അവരെല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. ആദ്യം തന്നെ നമ്മുടെ ഫോണെല്ലാം വാങ്ങി അവിടെ മാറ്റി വെച്ചു. വേണ്ട, ഫോണൊന്നും ഉപയോഗിക്കേണ്ട, നമുക്ക് പറയാനുള്ള. എന്നിട്ട് അവർ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ എപ്പോഴും എനിക്കൊന്ന് സീനത്താണെന്ന് തോന്നുന്നു കണ്ട് ക്യാമറ ഓണാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് തെളിവ് വേണ്ടേ, നിങ്ങളൊക്കെ പറഞ്ഞത് ഇവരൊക്കെ കാണണ്ടേ, പിന്നെ അത് എത്തിക്കേണ്ട സ്ഥലത്ത് നമുക്ക് എത്തിക്കണ്ടേ, നിങ്ങൾക്ക് നീതി വാങ്ങിക്കണ്ടേ. കുക്കു പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞു, സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും കുറേ പേര് പറഞ്ഞു, വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കണ്ടപ്പോൾ കുറച്ച് പേര് മിണ്ടാതിരുന്നു, അവിടെ ഇവിടെയും തൊടാതെ കുറച്ച് പേര് സംസാരിച്ചു. അങ്ങനെ പിന്നെ ഇത്
വൈൻഡപ്പ് ചെയ്തു. പക്ഷേ ഈ മെമ്മറി കാർഡ് ഇവരുടെ കയ്യിലുണ്ട്, കുക്കുവിൻ്റെ കയ്യിലുണ്ട്, അതല്ലെങ്കിൽ ഇടവേള ബാബു, ഇവരുടെ രണ്ടുപേരുടെ കയ്യിലുണ്ടാവണം. ഉണ്ട്. കുക്കു എൻ്റെ അടുത്ത് പറഞ്ഞു, പലപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുക്കു പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട്, അത് സേഫായിട്ടിരിപ്പുണ്ട്, അതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണത്? അത് എനിക്കത് കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല. ഞാൻ നേതൃനിരയിലേക്ക് വന്നാൽ, എന്തെങ്കിലും ചെയ്യാനൊരു പൊസിഷൻ വന്നാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കി തന്നിരിക്കും. അതൊക്കെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് കാണുന്നില്ല. അതിൽ എന്തൊക്കെയോ ലളിത ചേച്ചിയുടെ കയ്യിലൊക്കെ പിന്നെ റിപ്പോർട്ടിലാണ് അവർ എന്തൊക്കെ ലളിത ചേച്ചിയുടെ പേരോ ലളിത ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്നോ ഒന്നും കുക്കു അതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. ആ സമയം വരെ പറഞ്ഞിട്ടില്ല. മഞ്ജു പിള്ളയും പറഞ്ഞിട്ടില്ല. മഞ്ജു പിള്ളയാണ് സാക്ഷി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് റിപ്പോർട്ട് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതിലേക്ക് വരാം നമുക്ക്, അതിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഇവർ പിന്നെ അതുകൊണ്ടാണ് അത്രയും സ്ത്രീകളെ വിളിച്ചിരുത്തി ഒരു വഞ്ചന നടത്തിയ ആളെങ്ങനെയാണ് നീതി, എത്രയും പേർക്കൊരു നീതി വാങ്ങിച്ചു കൊടുക്കാത്ത ഒരാൾ എങ്ങനെ ആ സ്ഥാനത്തേക്ക് യോഗ്യയായിട്ട് വരും? അത് അവർ രണ്ടുപേരും അതിന് അർഹരല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തോ അവർ പിന്നെ എല്ലാവരും കൂടെ അന്ന് അവർ ജയിപ്പിക്കാൻ ഓടി നടന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ക്യാമ്പയിനൊക്കെ നടത്തി ഭയങ്കര അവർക്ക് അനുകൂലമായിട്ട് മെമ്മറി കാർഡിൻ്റെ വിഷയത്തിൽ ഞാൻ നുണ പറയുന്നു എന്നാണ് പറഞ്ഞത്. ഈ മാല പാർവതി ഉൾപ്പെടെയുള്ള, പിന്നീട് മാല അതിന് എന്നോട് സോറിയൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയാണ് ഇവരെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയാണ് ഇന്ന് അവർ ഈ പറഞ്ഞ ഞാൻ യോഗ്യരല്ലാന്ന് അവർ 10 മാസം കൊണ്ട് തെളിയിച്ചതിന് ശേഷം അവരവിടെ ഇരുത്തണ്ട, അവർ രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞ് അവർക്കെതിരായിട്ട് നിൽക്കുന്നതും അവരൊക്കെ തന്നെയാണ്. എന്തുകൊണ്ട് അൻസിബ ശരിയാണെന്ന് തോന്നി? അൻസിബയ്ക്കൊപ്പം നിൽക്കാനുള്ള റീസൺ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, അൻസിബ പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഞങ്ങൾ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. പെൺമക്കൾ, അമ്മയുടെ പെൺമക്കൾ എന്നാണ്. അതിന്ന് പിന്നെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് നമ്മളുടെ കൂട്ടായ്മ അമ്മയുടെ അടുത്ത് മാറ്റണമെന്നൊക്കെ പറഞ്ഞ് വെറും പെൺമക്കളാക്കി. ആ ഗ്രൂപ്പിൽ നിന്ന് ഈ കുക്കു, ശ്വേത ഇപ്പോഴും ഉണ്ട് കേട്ടോ, എപ്പോഴും ശ്വേത ഗ്രൂപ്പിലുണ്ട്. പിന്നെ കുറേയേറെ സ്ത്രീകൾ ഇത് ഒഫീഷ്യൽ അല്ല എന്നൊക്കെ പറഞ്ഞ് ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ആ പോയ കൂട്ടത്തിൽ കുക്കു പരമേശ്വരനും പോയിട്ടുണ്ട്. എന്നിട്ട് അവർ പുറത്ത് നിന്നിട്ട് ഈ ഗ്രൂപ്പ് തകർക്കാൻ, എന്തിന് പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു കൂട്ടായ്മ, എന്തിനാണ് അങ്ങനെ ഒരു കൂട്ടായ്മ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് തകർത്ത് കളയണം, അത് പിന്നെ പിരിച്ചു വിടണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനാണ് ഞങ്ങൾക്ക് തന്നത്. പക്ഷെ ഞങ്ങളതൊന്നും വകവെച്ചില്ല, പിടിച്ചു നിന്നു. ആ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ എല്ലാവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾ അമ്മയുടെ വിശേഷങ്ങൾ അതിൽ ചർച്ച ചെയ്യാറില്ല. പക്ഷെ ഇപ്പം പറയുന്നു എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല, ചർച്ച ചെയ്യണമെന്നാണ് ഇപ്പം പറയുന്നത്. അതിനകത്ത് ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഞങ്ങൾ തുടങ്ങിയ സമയത്ത് അങ്ങനെയൊന്നും പറയരുത്, എന്ത് കാര്യത്തിന് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചത്. പക്ഷെ ഇപ്പം പറയുന്നത് അത് ചർച്ച ചെയ്യണം. അതിനകത്ത് എന്താ ചർച്ച ചെയ്യാത്തത്? എല്ലാവരുടെയും എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്? അത് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ കാര്യമാണ്. അത് ചർച്ച ചെയ്യണമെന്ന് മല്ലിക ചേച്ചി തന്നെ വന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിക്ക് തൊട്ട് മുമ്പ് അൻസിബയുടെ ഈ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് ഈ പിന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് കുറേ കാര്യങ്ങളുണ്ടായല്ലോ, ഭാരവാഹികളുടെ പ്രശ്നം, അവർ വന്ന് മീഡിയയിലൊക്കെ പറയുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മല്ലിക ചേച്ചി തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണ് പെണ്ണുങ്ങൾ പ്രതികരിക്കാത്തത്, നിങ്ങൾ പ്രതികരിക്കണം, നമ്മൾ പറയണ്ടേ. ഇതേക്കെ അൻസിബയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമുണ്ടെന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞതാണ്. സത്യമുണ്ട്, അൻസിബയുടെ ഭാഗത്ത് ന്യായമുണ്ട്, അവർ പറയുന്നതൊക്കെ കൃത്യമാണെന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ പിന്നീട് അവർ പിന്നെ കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ മാജിക്കെന്ന് എനിക്കറിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചി ഐ ടെസ്റ്റിന് ഞാൻ പിന്നെ വിളിച്ചില്ല എന്നുള്ളതാണ് സത്യം. ചേച്ചിയുടെ ഒരു നിലപാട് എനിക്കറിയാം, അതിൽ നിന്ന് ചേച്ചി പെട്ടെന്നൊന്നും മാറി. അതെന്താണെന്ന് എൻ്റെ നിലപാടിന് ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. ഞാൻ ഇതേ നിലപാടിൽ അന്നും ഇന്നും എന്നും ഞാൻ ഇതേ നിലപാടിൽ തന്നെ ആയിരിക്കും. ചേച്ചിയുടെ നിലപാടിനോടും എനിക്ക് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, ചേച്ചിയോടും വളരെ സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി പെട്ടെന്ന് ഇത്രയും പിന്നെ നിലപാടുമായിട്ട് നിന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കുമ്പോൾ 2 ദിവസമായില്ല ഐ ടെസ്റ്റിൻ്റെ, അമ്മയുടെ ഐ ടെസ്റ്റിന് ശ്വേതയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു. നല്ലത്, ചേച്ചി അമ്മയുടെ ഓഫീസിൽ പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെ. അവിടെ നിന്ന് ചേച്ചി പറയുന്നത് പിന്നെ പറയുന്നത് അൻസിബ കുറേ കുത്തിക്കയറ്റി പറയുകയാണെന്നാണ് പറഞ്ഞത്. അതൊന്നും എനിക്കത് എന്തിനാ ചേച്ചി, അല്ലെങ്കിൽ ചേച്ചി അൻസിബയോട് സംസാരിച്ചിട്ടാണോ പറയുന്നത്? ചേച്ചിക്ക് ആരാണ് ചേച്ചിയോട് അങ്ങനെ പറഞ്ഞു കൊടുത്തത്? അത് വിശ്വസിക്കാമോ? സത്യസന്ധമല്ലല്ലോ കാര്യം. പിന്നെ ആ ഓഫീസിൽ നടന്ന കാര്യങ്ങൾ
എല്ലാം ജനറൽ ബോഡിയിൽ ചേച്ചി ചോദിച്ചതാണ്, ചേച്ചി ഉൾപ്പെടെ ചോദിച്ചതാണ്. പക്ഷെ അതൊന്നും അവരൊക്കെ അതിനൊന്നും ഉത്തരവില്ലായിരുന്നു. അൻസിബയുടെ വിഷയം പറയുമ്പോൾ അൻസിബ പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അൻസിബ പെൺമക്കൾ ഗ്രൂപ്പിലൊക്കെ ഉണ്ടല്ലോ, ആക്റ്റീവായിട്ടുണ്ട് പെൺമക്കൾ ഗ്രൂപ്പിൽ. അപ്പോൾ അൻസിബയുടെ ഒരു വീഡിയോ, അൻസിബ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് അൻസിബ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ അൻസിബ പിന്നെ അനൂപ് ചന്ദ്രനെ കൊണ്ട് ഇവർ തന്നെ ഈ കുക്കു പരമേശ്വരനും ടീമും ഒക്കെ തന്നെ ഒരു വീഡിയോ ചെയ്യിച്ചിട്ട് അനൂപ് ചന്ദ്രനെ കൊണ്ട് ഇടിച്ചു അൻസിബയെക്കുറിച്ച് വളരെ മോശമായിട്ട്. ആ വീഡിയോ നിങ്ങളും എല്ലാം കണ്ടു കാണുമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ എല്ലാ മീഡിയയിൽ ന്യൂസിലൊക്കെ വന്നതാണ്. അന്ന് അൻസിബയ്ക്ക് ഭയങ്കര വിഷമമായി, അൻസിബ കരച്ചിലായി. ഒരാളെ എന്തിനിങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നത്? സ്ത്രീവിരുദ്ധതയാണ്, തികച്ചും സ്ത്രീവിരുദ്ധതയാണ് ആ ചെയ്തത്. സ്ത്രീകളാണ് അതിൻ്റെ പിന്നിലെന്ന് ആലോചിക്കണം. അനൂപ് ചന്ദ്രനാണ് ചെയ്തതെങ്കിലും അതിൻ്റെ പിന്നിലും സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണ്. അത് ചെയ്തപ്പോൾ ശ്വേതയോട് തന്നെ നമ്മുടെ പിന്നെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞു, ശ്വേത കണ്ടിട്ടുണ്ടല്ലോ, ഗ്രൂപ്പിലും ഉണ്ടല്ലോ, അൻസിബ വന്ന് അതിനകത്ത് കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞത്, എനിക്ക് പിന്നെ എനിക്ക് മരിച്ചാൽ മതി, എന്നെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അൻസിബ അതിനകത്ത് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സീനിയർ ആർട്ടിസ്റ്റ് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്ന ആളല്ലേ, സ്ത്രീപക്ഷം നിന്ന് വുമൻ കാർഡ് എടുത്ത് കാണിക്കുന്ന ആളല്ലേ. അപ്പോൾ പറഞ്ഞു എന്താണ് പിന്നെ ശ്വേതയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശ്വേത അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായി പോയി എന്നാ പറഞ്ഞു. അങ്ങനെ പറയാനുള്ള ഒരു റീസൺ എന്തായാലും അൻസിബയോട് ദേഷ്യമുണ്ട്. അതാ അൻസിബയോട് ദേഷ്യമുണ്ട്. ദേഷ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി. അത് ഇഷ്ടപ്പെട്ടു എന്ന് അവർ പറഞ്ഞ കാര്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായി പോയി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനും ഒക്കെ നമുക്കും ഒക്കെ വളരെ, അതിനുശേഷം ആ ആർട്ടിസ്റ്റിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ശ്വേതയെ. അവർ ഭയങ്കര കമ്പനിയായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള, ഞാനും ആ ആർട്ടിസ്റ്റും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനേക്കാളും കൂടുതലായിട്ട് ഈ ശ്വേതയായിട്ട് അവർക്ക് കമ്പനി ഉണ്ടായിരുന്നു. അവർക്ക് 2 പെൺമക്കളൊക്കെ ഉള്ളതാണ്, പ്രായപൂർത്തിയായ മക്കളുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരു മാനസികമായിട്ടതൊരു ഇവരെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. അപ്പം അങ്ങനെ ഒരാളൊക്കെ ആണോ? പിന്നെ തുടക്കം മുതൽ അൻസിബയ്ക്ക് അങ്ങനെ പ്രശ്നമുണ്ടായി. അതിനാരും കൂടുന്നില്ല, പോലീസിൻ്റെ അടുത്തുകൊണ്ടോ കേസും ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവൾ അവിടെ ചെന്നപ്പോൾ മുതൽ ഓരോ കാര്യത്തിനും അവളെ ഒറ്റപ്പെടുത്തലായിരുന്നു. അന്ന് ലക്ഷ്മിപ്രിയയാണ് അൻസിബയ്ക്ക് കൂട്ടുള്ളത്. ഞങ്ങളെല്ലാവരും അൻസിബ ഓരോ പ്രശ്നങ്ങളുണ്ടായി സങ്കടപ്പെടുമ്പോഴും ഞങ്ങൾ പറഞ്ഞില്ല, ലക്ഷ്മിപ്രിയയാണ് ഞങ്ങളെ വിളിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഓഫീസിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എക്സ്കോട്ട് അവൾ കരഞ്ഞു, അവളെക്കുറിച്ചൊരു ആരോപണം പറഞ്ഞത് അവൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ കമ്മിറ്റിക്ക് ചെല്ലുമ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞ ആളെ ഒരു അംഗത്തെ വിളിച്ചു വരുത്തി കൂട്ടിച്ചോദ്യം നടത്തുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ലെവലിലേക്ക് അമ്മയുടെ ഭരണം മാറി. ഈ 10 മാസത്തിനിടയ്ക്ക് അവർ ചിട്ടയായ ഒരു ഭരണമല്ല അവിടെ നടത്തിയത്. അമ്മയിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കൈനീട്ടവും സഞ്ജീവനിയും പിന്നെ അതുപോലെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ പുതിയതായിട്ട് അവരെ എടുത്തു പറയാനായിട്ടുള്ള ഒരു പ്രവർത്തനവും നടത്താതെ പിന്നെ കേൾക്കുന്ന കഥകളൊക്കെ ആകെ റിപ്പോർട്ടുണ്ടാക്കി, ഒരു കള്ള റിപ്പോർട്ടുണ്ടാക്കി. ഞങ്ങളുടെ മെമ്മറി കാർഡിന് വേണ്ടിയിട്ട് കുറേ പണം മുടക്കി ഒരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് ഒരു കള്ള റിപ്പോർട്ടുണ്ടാക്കി മരിച്ചുപോയ ഒരാളുടെ തലയിൽ കെട്ടിവെച്ചു. അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ റിപ്പോർട്ടായതിനു ശേഷം ശ്വേത എനിക്ക് മെസ്സേജ് ചെയ്തു, ചേച്ചി റിപ്പോർട്ടായിട്ടുണ്ട്, നിങ്ങളുടെ മെമ്മറി കാർഡിൻ്റെ റിപ്പോർട്ട് ചേച്ചി സൗകര്യം പോലെ ഓഫീസിൽ വന്ന് വാങ്ങിക്കൊണ്ട് പോകണം, സൈൻ ചെയ്ത് കൊടുത്തിട്ട് വാങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് മെയിൽ ചെയ്യുമോ? അല്ല ചേച്ചി, അത് നമ്മുടെ ലീഗൽ അഡ്വൈസ് അവർ പറഞ്ഞത് ഇത് ചേച്ചി നിങ്ങൾ നേരിട്ട് വന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കണം, അത്ര അങ്ങനെ അയക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ പാടില്ല എന്ന്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാനത് കഴിഞ്ഞ് 2 പ്രാവശ്യം അവിടെ പോയിട്ടും എനിക്ക് മെമ്മറി കാർഡ് പിന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ലോക്കറിൽ കുക്ക് വെച്ച് പൂട്ടിയിട്ട് പോയി എന്ന് പറഞ്ഞു. മെമ്മറി കാർഡ് എവിടെയാണെന്ന് അറിയത്തില്ല. അതിൻ്റെ കള്ള റിപ്പോർട്ട് എത്ര ഭദ്രമായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം. അതുകൂടാതെ അപ്പോൾ ഈ റിപ്പോർട്ട് പിന്നെ അയച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ എനിക്കൊരു വാണിംഗ്, ഒരു ഭീഷണി രൂപത്തിലാണ് ഒരു വോയിസ് അവരിട്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിപ്പോർട്ട് അംഗീകരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകണമെങ്കിൽ നിയമപരമായിട്ട് പോകാം. പക്ഷേ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ അമ്മയ്ക്കെതിരാണ് കോടതിയിലേക്ക് പോകുന്നത്, അമ്മയ്ക്കെതിരായിട്ടാണ് പോകുന്നതെന്നുള്ള ഓർമ്മ വേണമെന്ന്. ഇപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ ശ്വേത അങ്ങനെ പറഞ്ഞത്? ഞാൻ വേറൊരു വോയിസ് മെസ്സേജ് ഇട്ടു, അതെന്തിനാ ശ്വേത അങ്ങനെ പറഞ്ഞത്? ഒരു ഭീഷണിയുടെ രൂപത്തിൽ
പിന്നെ അമ്മയ്ക്കെതിരെയാണെന്ന്. അമ്മ തീരുമാനം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പരാതി പോലും പുറത്ത് കൊടുത്തത് പെൻഡിങ് വെച്ചിരിക്കുകയാണ്. പോലീസിന് കൊടുത്തത് പെൻഡിങ്ങിൽ വെച്ചിട്ട് അമ്മ ഇതിനൊരു തീർപ്പുണ്ടാക്കി തരും, അതിനുശേഷം നമുക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാം, അതെന്താ നോക്കട്ടെ എന്ന് പറഞ്ഞല്ലേ നമ്മൾ കാത്തിരുന്നത്. അപ്പോൾ റിപ്പോർട്ട് നോക്കി അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകണ്ടേ. അതിനെങ്ങനെയാണ് നിങ്ങൾ അമ്മ വ്യക്തികളുടെ പേരിലല്ലേ പോകുന്നത്? അതിനെങ്ങനെ അമ്മ ഞങ്ങളിപ്പോഴും പരാതി തന്ന ഒരു അംഗത്തിനെതിരെയാണ് തന്നത് പരാതി, അമ്മയ്ക്കെതിരെയല്ലല്ലോ തന്നത്. അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീണ്ടും ഒരു വോയിസ് ഇട്ടു. അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അമ്മയ്ക്കെതിരെ കോടതിയിൽ പോയി അവർക്കപ്പോൾ എന്താ, അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പോവാം, അവർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ അമ്മയ്ക്കെതിരെയും പോവും, ആർക്കെതിരെയും പോവും. ഇപ്പം പറയുന്നത് അമ്മയിലൊരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ്. ആരാണ് പവർ ഗ്രൂപ്പ്? ഞാനും നീതിക്ക് കിട്ടാതെ ആ ഭരണസമിതിയിൽ അൻസിബ എന്ന് പറയുന്ന വ്യക്തി പല പ്രാവശ്യം പല കാര്യങ്ങൾക്കും അവൾക്കെതിരെ അവൾ നിലപാട് വ്യക്തമാക്കിയതിൻ്റെ പേരിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന അവഹേളനം, അവളെ മാനസികമായിട്ടും എന്താ പറയുക ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് പല രീതിയിൽ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവളെ വർഗീയമായിട്ട് അവളെ പിന്നെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ച് ആ കുട്ടിക്ക് ഒരു നീതിയും ഈ ഭരണസമിതി കൊടുക്കാതെ വന്നപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയ ഞാനും മാലാ പാർവതിയും പൊന്നമ്മ ബാബുവും പിന്നെ മായ വിശ്വനാഥുമാണോ പവർ ഗ്രൂപ്പ്? അതല്ലെങ്കിൽ കണക്ക് ചോദിച്ച് ജനറൽ ബോഡിയിൽ ചോദ്യങ്ങൾ ചോദിച്ച അവർ കുറേ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, അവരാണോ പവർ ഗ്രൂപ്പ്? എനിക്കറിയില്ല. ഞങ്ങൾക്ക് പവർ ഗ്രൂപ്പൊന്നുമില്ല, ഞങ്ങൾക്ക് പണവും ഇല്ല, പവറും ഇല്ല. ഞങ്ങൾ സത്യങ്ങൾ തുറന്നു പറയും, നിലപാടുകൾ വ്യക്തമാക്കും, ഞങ്ങൾ ന്യായത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കും, അതാണ് ഞങ്ങൾ. അതല്ലാതെ ഇവരല്ലേ വലിയ ആള്, അവർക്കല്ലേ വലിയ വലിയ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി കൊണ്ടുവന്ന് കോടികൾ കൊണ്ടുവരാൻ കഴിവും അവരുടെ കൂടെ നിൽക്കാനും. അങ്ങനെ ഒരു ആരോപണം അതപ്പോ അവരല്ലേ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, നമ്മളാണോ പവർ ഗ്രൂപ്പ്? അതിലെന്തെങ്കിലും സത്യം ഉണ്ടായിരുന്നു? അദാനി ഒരു 25 ലക്ഷം രൂപ അമ്മയ്ക്ക് വേണ്ടി 25 ലക്ഷം രൂപ അല്ല, 15 കോടി എന്നല്ലേ മാലാ പാർവതി ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ടത് കാണിച്ചത്. പെൻഷന് വേണ്ടി 25 ലക്ഷം പെൻഷൻ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, അതിനുള്ള ഫണ്ടൊക്കെ അവിടെ ഉണ്ടല്ലോ. പെൻഷനൊന്നും വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് മുമ്പ് ഇരുന്ന ഭരണസമിതി 10,000 രൂപ സിദ്ധിക്കിരുന്ന ഭരണസമിതി 10,000 ആക്കാനിരുന്നതാണ്. നമുക്കവിടെ വലിയ ആഗ്രഹമായിരുന്നു, അത് കൂട്ടിക്കൊടുക്കണം, കൈനീട്ടം കൂട്ടിക്കൊടുക്കണം. സഞ്ജീവനി പദ്ധതി പിന്നെ അത് സിദ്ധിക്കിരുന്ന കമ്മിറ്റി തീരുമാനിച്ച കാര്യം ബാബുരാജ് ഹെഡ് ഓഫ് കമ്മിറ്റി ആയപ്പോഴത്തേക്ക് പ്രാവർത്തികമാക്കിയെന്നേ ഉള്ളൂ. മനസ്സിലായോ? അതൊരു നല്ല കാര്യമല്ലേ? ആ സഞ്ജീവനി പദ്ധതി പോലും മരുന്നിൻ്റെ കാര്യത്തിൽ അൻസിബ വിവാദം ഉണ്ടല്ലോ, ക്വാളിറ്റി കുറഞ്ഞ മരുന്ന് കൊടുത്താൽ മതിയെന്ന് അൻസിബ അതിൽ നിന്ന് മാറ്റി, എന്നിട്ട് ക്വാളിറ്റി കുറഞ്ഞ മരുന്ന് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നതിലൊക്കെ എന്താ ഞങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അവിടെ എന്താണ് നടന്നത്? ഈ 10 മാസം എന്താണ് നടന്നത്? ഞങ്ങൾ ആരെങ്കിലും വന്ന് പുറത്ത് പറഞ്ഞു അമ്മയുടെ ഓഫീസിൽ ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത്? ഇവർ വന്നല്ലേ പറയുന്നത്, ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത് അല്ലേ? എന്തൊക്കെയാണ് പറയുന്നത്? മാനേജറെ പറഞ്ഞു വിടുന്നു, അവർ വന്നിട്ട് കേസ് കൊടുക്കുന്നു. അവർ ആ സെക്യൂരിറ്റി എവിടെയാണെന്ന് പോലും അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ അതെന്ത് കഥയാണ്, എന്തൊരു ഗൂഢാലോചനയാണെന്ന് എനിക്കറിയത്തില്ല, ആരാണ് അതിൻ്റെ പിന്നിലെന്ന് അറിയത്തില്ല. അത് കുക്കു പരമേശ്വരനെ കുറിച്ച് വേറെ ഒരു ഗൂഢാലോചന പറയുന്നു, പിന്നെ കൂട്ടിച്ചോദ്യം, അങ്ങനെ ഇങ്ങനെ ചെളിവാരി അറിയുന്നു. പിന്നെ അൻസിബയെ ജിഹാദി എന്ന് വിളിക്കുന്നു, അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നു. ഇതൊക്കെ അതിനകത്ത് നടന്നത്. ഈ ഭാരവാഹികളാണ് മീഡിയയുടെ മുമ്പിൽ എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. അപ്പോൾ അൻസിബയ്ക്ക് പിന്നെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ നിൽക്കേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ട്. അവൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ അൻസിബയുടെയും ലക്ഷ്മിപ്രിയയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ അൻസിബയുടെ ഒരു സുഹൃത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി, മിഥിലാജ്, എന്തുകൊണ്ട് നീ ഇത് തുറന്നു പറയുന്നില്ല? ലക്ഷ്മിപ്രിയ പറഞ്ഞ കാര്യങ്ങൾ ലക്ഷ്മിപ്രിയ നിന്നോട് ചെയ്ത കാര്യങ്ങൾ നീ എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ല? ഒരു ഫോട്ടോ എടുത്തോന്ന് ചോദിച്ചതിനാണോ ഇത്ര പ്രശ്നം എന്ന് ലക്ഷ്മിപ്രിയ ഒരു ഇതിൽ പറഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് ഫോട്ടോ എടുത്തതെന്ന് ചോദിക്കുന്നത്, എന്തുകൊണ്ട് നീ തുറന്നു പറയുന്നില്ല എന്ന് അൻസിബയോടുള്ള ഒരു ചോദ്യം പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിലെന്താണ് ഒരു സത്യം? അത് അൻസിബ എന്തെങ്കിലും ലക്ഷ്മിപ്രിയയെ രക്ഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ രക്ഷിക്കുന്ന പോലെ എന്നല്ല, അവൾ ആരോടും പറഞ്ഞില്ല, എല്ലാം തുറന്നു പറയുന്നത് ഞങ്ങളോട് പോലും പറഞ്ഞില്ല. ഈ പോലീസ് സ്റ്റേഷനിൽ പോയത് പോലും അൻസിബ ഞങ്ങളോട് പറഞ്ഞില്ല. എന്നോടും പൊന്നമ്മ ചേച്ചിയോടും എല്ലാം അവൾ പറയുന്നതാണ്. പക്ഷേ ഈ വിഷയങ്ങൾ പറയുന്നത് ലക്ഷ്മിപ്രിയ.
ലക്ഷ്മിപ്രിയ എന്നെ വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച സമയത്ത് അമ്മ കുടുംബസംഗമം ഇപ്രാവശ്യം നടത്തിയ അതിലെ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ചപ്പോഴാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. ഞാൻ പറഞ്ഞ അൻസിബ എന്താ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല, കുറേ അവൾക്ക് എന്താ പ്രശ്നം, അവൾ ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ, ഒരു സാധാരണ സംസാരിക്കുന്ന പോലെ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, പിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിക്കുന്നില്ല, എന്താ സംഭവിച്ചതെന്ന് വെച്ചപ്പോഴാണ് അറിഞ്ഞില്ലേ കാര്യങ്ങളെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞ ഷോക്കായിരുന്നു പോയി കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയത്? ഞാൻ അങ്ങനെയാണ് ചോദിച്ചത്, എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോയത്? നിങ്ങൾക്ക് ലക്ഷ്മിക്കാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് എന്നോടോ പൊന്നമ്മ ചേച്ചിയോടോ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾ അൻസിബയെ വിളിച്ചുകൊണ്ട് വന്നേനല്ലോ നിങ്ങളുടെ വീട്ടിലോട്ട്, നമുക്ക് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എന്തിനാണ് ഈ പോലീസ് സ്റ്റേഷനിൽ? അയ്യോ എനിക്കത് കേട്ടപ്പോൾ പിന്നെ ഞാൻ അൻസിബയെ വിളിച്ചു രാത്രി. അപ്പോൾ ഞാനൊരു യാത്രയിലായി, തിരുവനന്തപുരത്തോട്ട് പോകുന്ന സമയത്ത് ട്രെയിനിലിരുന്നാണ് ഇതെല്ലാം കേട്ടത് ലക്ഷ്മിപ്രിയ പറയുന്നത്. ഞാൻ റൂമിൽ ചെന്ന ഉടനെ ആദ്യം തന്നെ അൻസിബയെ വിളിച്ചു. അൻസിബയെ വിളിച്ചിട്ട് അവൾ ഫോൺ എടുത്തു. ഞാൻ ചോദിച്ചു, എന്താണ് പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ ലക്ഷ്മിപ്രിയ, എന്താ സംഭവിച്ചതെന്ന് വെച്ചപ്പോഴത്തേക്ക് സത്യം അവൾ പൊട്ടിക്കരയായിരുന്നു കേട്ടോ. അതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അവൾ അനുഭവിച്ച വിഷമം അതാ ഒരു 4 മണിക്കൂർ അവളെല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ പൊന്നമ്മ ചേച്ചിയെ വിളിച്ചു, ചേച്ചി അറിഞ്ഞായിരുന്നു എന്ന് വെച്ചു. ചേച്ചിയും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ലക്ഷ്മിപ്രിയ തന്നെ പറഞ്ഞു, അവൾ ഒരുപാട് അനുഭവിച്ചാൽ മതി, ആ കുട്ടി പറയുന്ന എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മിഥിലാജ് പറഞ്ഞത് കറക്റ്റാണ്. അവളും അപ്പോഴും ഞാൻ ചോദിച്ചു, ഈ ഒരു മെസ്സേജിൻ്റെ പുറത്ത് എന്ത് സംഭവിക്കാനാണ് ലക്ഷ്മി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിലെന്തോ മെസ്സേജ്. പിന്നെ അൻസിബയോടും ചോദിച്ചു, എന്താ അൻസിബ ആ ഒരു മെസ്സേജ്, ഇത്ര പ്രശ്നം ഉണ്ടാകാനുള്ള മെസ്സേജ് എന്താ? അവൾ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ലക്ഷ്മിപ്രിയക്ക് ഈ തരത്തിൽ അവൾ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. സംഘമായിട്ട്, ദുബായിലുള്ള ഒരു സംഘമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മിഥിലാജിട്ട പോസ്റ്റിലൂടെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതയുണ്ടോ എന്ന് സംശയിക്കുന്നത്. അല്ലാതെ നമുക്ക് സമിതി അമ്മയെ രാഷ്ട്രീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കാനോ ഉള്ള ശ്രമം നടത്തിയതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു ഫണ്ടൊക്കെ കൊണ്ടുവരാൻ പോകുന്നു. ഇത്രയും കാലം ലക്ഷ്മിപ്രിയയുടെ പല ബൈറ്റ്സിലും കേട്ടിട്ടില്ലേ, അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, എനിക്ക് എൻ്റെ രാഷ്ട്രീയമുണ്ട്, പിന്നെ അവിടെ സിദ്ദിഖിന് രാഷ്ട്രീയമുണ്ട്, ജഗദീശനുണ്ട്, ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയം, ഗണേശേട്ടനുണ്ട്. പക്ഷെ അവരാരും ഇന്ന് വരെ ആ രാഷ്ട്രീയം അമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് മാത്രം പുച്ഛിക്കുന്ന പറ്റത്തില്ല എന്ന് ആര് പറഞ്ഞു? ഇവരുടെ രാഷ്ട്രീയം വേണ്ടാന്ന് ഇവർക്ക്, അവർക്ക് അവരുടെ രാഷ്ട്രീയവും. പുറത്തുനിന്ന് ഒരു ഫണ്ടിന്റെ ആവശ്യമുണ്ട്, ഒരു സ്പോൺസറിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇല്ല, പുറത്തുനിന്ന് ഇവർ പറഞ്ഞിരിക്കുന്നു. അമ്മ ഇതിനു മുമ്പും ആരോ ഒരാൾ, പിന്നെ നേരത്തെ ഞാനൊരു ഇന്നലെ കണ്ടു, പിന്നെ ബിജു പപ്പൻ പറയുന്നത് കോർപ്പറേറ്റുകളുടെ പണം അമ്മ മുൻപും സ്വീകരിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങളുടെ അറിവിലില്ല അങ്ങനെ കോർപ്പറേറ്റുകളുടെ പണം അമ്മ സ്വീകരിച്ചതായിട്ട്. ഏത് കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് അമ്മ പണം സ്വീകരിച്ചത്? അമ്മ സ്റ്റേജ് ഷോ നടത്തി, മമ്മൂക്കയിൽ ലാലേട്ടനും പോലുള്ള ആൾക്കാർ, മറ്റ് താരങ്ങളും പങ്കെടുത്ത സ്റ്റേജ് ഷോകൾ നടത്തി പണം ചാനലുകൾക്ക് അവിടെ നിന്ന് വാങ്ങിയ പണം കൊണ്ടാണ് ഈ ബിൽഡിംഗ് ആണ്, ആ സ്ഥലം, ബിൽഡിങ്, ഈ പിന്നെ ഇപ്പോൾ ഉള്ള ബാങ്ക് ബാലൻസ്, അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്ന അതിൽ നിന്നാണ്. ഇന്നുവരെ ഒരു കോർപ്പറേറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചാനലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, അത് സ്റ്റേജ് ഷോ നടത്തി വാങ്ങിച്ചിട്ടുള്ളത്. അതെ, മഴവിൽ മനോരമ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് സ്റ്റേജ് ഷോ നടത്തിയത്, അല്ലാതെ വെറുതെ കൊണ്ടുവന്ന് അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം അമ്മയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് ഇനിയും മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒരു കോർപ്പറേറ്റിൻ്റെ നിന്ന് പണം കൊണ്ടുവന്നിട്ട് 10,000 ആക്കാമെന്നല്ല വിചാരിച്ചത്. സ്റ്റേജ് ഷോ നടത്തി ഇനിയും ഫണ്ട് കൊടുക്കാൻ അവരതിന് തയ്യാറാണ്. അവർക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് അമ്മയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അമ്മ പോലൊരു സംഘടന ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സിനിമാ അസൂയോടുകൂടി എല്ലാവരും തമിഴ്നാട്ടിലൊക്കെ ഇതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് അവരൊരു സംഘടന രൂപീകരിക്കാനൊക്കെ തയ്യാറായതും. ഇപ്പോൾ ഉള്ള സംഘടനയൊക്കെ വളരെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സംഘടന, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഇല്ലാതായി പോകുന്ന കുറേ കാര്യങ്ങളാണ് അതൊക്കെ. ഈ ചെയ്ത നല്ല പ്രവർത്തികൾ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു സംഘടനയെ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ കണ്ണിടാനുള്ള സാധ്യത മേ ബി കൂടുതലായിരിക്കാം. അപ്പോൾ അതിന് വഴിയൊരുക്കുന്നത് കൂടുതൽ അപകടകരമാവില്ലേ മലയാള സിനിമയ്ക്ക്? തീർച്ചയായിട്ടും. അത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു ഫണ്ട് അമ്മയ്ക്ക് ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞതും ഈ ഭരണസമിതി ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ അതിനെ എതിർത്തത്. അമ്മ വർഗീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല. അമ്മ പിന്നെ കലാകാരന്മാർക്ക് നമ്മുടെ അമ്മയിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല, ഒരു മതവും ഇല്ല. എല്ലാവരും വളരെ സ്നേഹത്തോടെ അവരവർക്ക് അവരവരുടെ രാഷ്ട്രീയമുണ്ട്. അത് അമ്മയ്ക്ക് പുറത്താണ്, അമ്മയ്ക്കകത്ത് അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പം
പുതിയ അതായത് യങ് ജനറേഷനുള്ള ആളുകൾ ഒരു സമയം വരെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് പ്രോഗ്രാമിലൊക്കെ പൃഥ്വിരാജ് അടക്കമുള്ള ഇന്ദ്രിത് അടക്കമുള്ള അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബൻ ജേസൺ എല്ലാ ആ ഒരു നിരയിൽപ്പെട്ട ആളുകൾ, അതിനുശേഷം വന്ന നിവിൻ പോളി, ആ ഒരു നിരയിൽപ്പെട്ട ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പരിപാടികളിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യാൻ തയ്യാറായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണുന്നില്ല. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ നിലപാടായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഇനിയും കടന്നു വരേണ്ടതില്ലേ? ധ്യാൻ ശ്രീനിവാസനും അജു ഒക്കെ വരണമെന്ന് ചേച്ചി അടക്കമുള്ള പല ആളുകളും പറയുന്നുണ്ട്. ഭരണരംഗത്തേക്ക് തന്നെ വരണം എന്ന് പറയുന്നുണ്ട്. ചാക്കോച്ചനും അജു വർഗീസും ഒക്കെ നേരത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരാണ്. ഉണ്ണി മുകുന്ദനൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ അവരെല്ലാം മാറിയതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാർ വരാത്തതിൽ ലാലേട്ടൻ എപ്പോഴും സങ്കടം പറയുന്നുണ്ട്. അവരെത്ര വിളിച്ചിട്ടും അവർ എന്തുകൊണ്ട് വരുന്നില്ല, ഈ സംഘടനയെ എന്താണ് അവരിങ്ങനെ തള്ളിക്കളയുന്നതെന്നൊക്കെ ഉള്ള ഒരു സങ്കടം ലാലേട്ടൻ പറയാറുണ്ടായിരുന്നു. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കുറേ നാളായിട്ട് അമ്മയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്തിനാണ് ഈ പൊല്ലാപ്പുകളാണല്ലോ വരുന്നത്, എന്നാൽ പിന്നെ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവാം പുതിയ തലമുറയിലുള്ള ആൾക്കാർ. പക്ഷേ ദുൽഖർ സൽമാൻ വന്നിരുന്നു, ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ മക്കൾ അവിടെ വന്നിട്ടില്ല, വരുന്നില്ല. സുഖുവേട്ടൻ്റെ മല്ലിയ ചേച്ചിയുടെ മക്കളും വരുന്നില്ല. അവരൊക്കെ അമ്മയിലെ അംഗങ്ങളാണ്. അവരാദ്യം വന്ന് അവരെയും കൂടെ കൊണ്ടുവരണം. അവർ വരുമ്പോൾ പുറകെ ബാക്കിയുള്ളവരും വരും, ഉറപ്പല്ലേ? അവർക്കൊരു കൂടെ ഒരു ഉത്തരവാദിത്തമല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല എന്ന് അവരോടും കൂടെ ചോദിക്കണ്ടേ. ഇനി പ്രണവ് അമ്മയിലെ മെമ്പറാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. ബാക്കി അവരെയും കൂടെ കൊണ്ടുവരണം. എന്നിട്ട് അവരുടെ ഫ്രണ്ട്സ് അല്ലേ, എല്ലാവരും മെമ്പറാണ് കേട്ടോ. നെസ്ലിൻ ഉൾപ്പെടെ ഉള്ളവർ മെമ്പേഴ്സാണ്, എല്ലാവരും മെമ്പേഴ്സാണ്. പക്ഷെ അവരെല്ലാവരും ജനറൽ ബോഡിക്ക് പോലും ഇപ്പോൾ ഈ അടുത്ത് വരുന്നില്ല എന്നുള്ളതാണ്. വന്ന് പുതിയ തലമുറ മുൻപോട്ട് വരണം, ഭരണസമിതിയിലേക്ക് വരണം, അവരുടെയും കൂടെ അഭിപ്രായമൊക്കെ മാനിച്ചു. ധ്യാനൊക്കെ ഭരണരംഗത്തേക്ക് വരണമെന്ന് ചേച്ചി അടക്കമുള്ളവർ പറഞ്ഞു. ധ്യാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായിരുന്നോ? അറിയില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. പിന്നെ പക്ഷെ നെസ്ലിനൊക്കെ വരും എന്നാണ് എൻ്റെ അടുത്ത്, നമ്മുടെ അടുത്ത് അന്ന് ജനറൽ ബോഡിയിൽ അജു വർഗീസ് സംസാരിച്ചത്. അവരൊക്കെ ഇത്തരം വിഷയങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ വരാനൊരു മടി. അതൊക്കെ മാറി മമ്മൂക്കായും ലാലേട്ടനും ഒക്കെ നേതൃത്വത്തിലേക്ക് വന്ന് അവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ പോകണമെന്നാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇതുമായിട്ട് നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചാൽ, ഇപ്പം ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ 1992 ഇൻ്റർവ്യൂ, ആ കാലഘട്ടത്തിൽ ചേച്ചി ഇതെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞ ഒരാളാണ്. ആ സമയത്ത് അതേപോലെ പറഞ്ഞതാണ് ഈ WCC അംഗങ്ങളായ പാർവതിയും ഗീതു മോഹൻദാസൊക്കെ. അപ്പോൾ ഈ WCC രൂപീകരിക്കുമ്പോൾ ചേച്ചിയോട് എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടോ WCCയിലേക്ക് വരാൻ? ആ രീതിയിൽ എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ഇല്ല. ചേച്ചി WCCയുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഒരു നടിയെ ആക്രമിക്കപ്പെട്ട സമയത്ത് മാത്രം, ആ ഹേമ കമ്മീഷൻ വന്ന സമയത്ത് അതിനുവേണ്ടി മാത്രം ആ സമയത്ത് സജീവമായിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഫേസ്ബുക്കിലൊക്കെ അവരുടെ പോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇടുന്നതല്ലാതെ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ ആകുമ്പോൾ അമ്മയിൽ എത്രയോ അംഗങ്ങളുണ്ട്, എന്തുകൊണ്ട് അവരാരും ചോദിച്ചില്ല? ഞങ്ങളോടൊന്നും ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്യണ്ടേ? ഇന്ന് വരെ കോൺടാക്ട് ചെയ്തിട്ടില്ല, ഒരാളെയും കോൺടാക്ട് ചെയ്തിട്ടില്ല. അല്ലാത്ത യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളോടൊക്കെ ചോദിച്ചതായിട്ട് ആളുകൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താല്പര്യമുണ്ടോ? പക്ഷെ ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല. അവരുടേതായ ഒരു സർക്കിളിൽ അവരുടേതായ ഒരു സർക്കിളിൽ അവർ ഒതുക്കാനാണ് ശ്രമിച്ചത്. ബാക്കി ആരും വേണ്ട എന്നുള്ളതാണ്. അവർ രാജിവെച്ച് പുറത്ത് പോയത് എന്തിനാണ്? എനിക്ക് അതിനോട് എതിർപ്പാണ്. ഞാൻ അന്നും പറയും, എന്തിനാണ് അവർ രാജിവെച്ച് പോയത്? അവർ അകത്ത് നിന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ? ഇപ്പോൾ ആദ്യം മുതൽ സ്പേസ് ഒന്നും കിട്ടിയിട്ടല്ല നമ്മൾ സംസാരിച്ചിട്ടുള്ളത്, നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് സ്പേസൊക്കെ. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ സംസാരിച്ച് നമുക്കൊരു സ്പേസ് ഉണ്ടാക്കിയെടുത്തതാണ്. അതുപോലെ അവർക്കും സ്പേസ് ഉണ്ടാക്കി എടുക്കണ്ടേ? അല്ലാതെ ഇതിന് ശരിയാത്തില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതല്ലല്ലോ വേണ്ടത്. അവിടെ ഫൈറ്റ് ചെയ്യണ്ടേ നമ്മൾ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി ശ്വേതയോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു ചീറ്റിംഗ് പരിപാടി പോലെയാണ് നമുക്ക് തോന്നിയത്. എന്തായിരുന്നു അതിൻ്റെ ഒരു സിറ്റുവേഷൻ? അല്ല, അത് വളരെ മോശമായിപ്പോയി. ഏറ്റവും അടുത്ത സുഹൃത്ത് വിശ്വാസത്തോടു കൂടി സംസാരിച്ച വോയിസ്, അത് ഒരു PR വർക്കിലൂടെയാണ്. അത് അവർ തന്നെ, അത് ഒരു വാട്സപ്പ് കോളാണ്, അത് വേറൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് അത് പുറത്ത് വിടുക എന്ന് പറയുമ്പം, അങ്ങനെയുള്ള നമ്മുടെ അംഗമായ ഒരാളാണ്, അമ്മയിലെ നമ്മളിപ്പോൾ അഭിമാനത്തോടുകൂടെ കാണുന്ന ഒരാളാണ്.
ഒരു MLA ആണ് അദ്ദേഹം. വിജയകരമായിട്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നാണ്. അപ്പോൾ നമുക്ക് അഭിമാനമല്ലേ നമ്മളിലൊരാൾ അങ്ങനെ ജനപ്രതിനിധിയായിട്ട് വരുന്ന. ആ മനുഷ്യൻ്റെ, ആ പയ്യൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ കരിയറും ആ വ്യക്തിത്വം പോലും കളയുന്ന രീതിയിൽ അവർ സൗഹൃദപരമായിട്ട് സംസാരിച്ച ഒരു വോയിസാണ്. അതിൽ അതിൻ്റെ ആ ഒരു പോർഷൻ മാത്രം വിട്ട്, അതായത് PR വർക്ക് വഴി അത് ലോകം മുഴുവനും എത്തിക്കണമെന്നുള്ളതാണ്. അത് എത്തിച്ച് അവനെ, ആ പയ്യനെ നാറ്റിക്കുന്ന രീതിയിലാക്കി. എന്നിട്ടും നമ്മുടെ അമ്മയിലെ അംഗങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രതികരിക്കണ്ടേ? പിഷാരടിക്ക് ഏറ്റ ഈ ഒരു അപമാനത്തിന് അങ്ങനെ നമ്മുടെ ഇപ്പോഴും രാജിവെച്ചില്ല, എനിക്ക് ആ സ്ഥാനം വേണമെന്നും പറഞ്ഞുകൊണ്ട് തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന ആ വ്യക്തിയെ ശരിക്കുമുള്ള ക്രൂരമായ ഒരു അജണ്ട, അവരോരോ അജണ്ട അവരുടെ ക്രൂരമായ അജണ്ടകളാണ്. അതെന്താണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഈ അമ്മയിലെ അംഗങ്ങൾ മിണ്ടാതിരിക്കുന്ന എന്താണ് ബാക്കിയുള്ളവർ? പിഷാരടിക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണ്ടേ? ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ അംഗമാണ്, ഞങ്ങളുടെ സഹോദരനെ പോലെയുള്ള ഒരാളാണ്, അയാൾക്കെതിരെ ഇത്രയും വലിയ വിശ്വാസവഞ്ചന ചെയ്തതിന് പ്രതിഷേധിക്കണ്ടേ? പബ്ലിക്കായിട്ട് പ്രതിഷേധിക്കണം. ആരൊക്കെ പ്രതിഷേധിച്ചു? വളരെ കുറച്ച് ആൾക്കാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ട്. ഞാനത് ഇവരൊക്കെ ഇതിനൊക്കെ പ്രതികരിച്ചില്ല, പിന്നെ എപ്പോഴാണ് പ്രതികരിക്കാൻ പോകുന്നത്? ഇന്ന് പിഷാരടിയാണെങ്കിൽ നാളെ വേറൊരാൾക്കായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ശ്വേത ഒരു പോസ്റ്റ് ഇട്ടു, തനിക്കൊപ്പം മോഹൻലാലും മമ്മൂട്ടിയും തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആ രീതിയിൽ അവരെപ്പോഴെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്വേത ഇട്ട പോസ്റ്റിനോടൊന്നും എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മമ്മൂക്കയും ലാലേട്ടനും വന്ന് പറയട്ടെ, പിഷാരടിയെ പോലുള്ള ഒരാളെ ഇത്രയും ചതിച്ച ഈ ആൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് മമ്മൂക്കയും ലാലേട്ടനും പുറത്ത് പറയട്ടെ, വന്ന് പറയണം. അവർ പറഞ്ഞാലേ വിശ്വസിക്കത്തുള്ളൂ. ഇവർ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ആർക്ക് വേണേലും പോസ്റ്റ് ഇടാലോ, അതിലൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ താങ്കളുടെ ബ്രദർ ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ജയറാമിൻ്റെ മകൻ കാളിദാസിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തു. ആ സിനിമ പരാജയത്തിലേക്കാണ് പോയത്. ആ സമയത്ത് ജയറാം ഒപ്പം ഉണ്ടാകും എന്നുള്ളൊരു രീതിയിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്? 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ജയറാമിനെ വെച്ച് ആടുപുലിയാട്ടം, ജയറാമിന് ഒരു റീ എൻട്രി മലയാളത്തിലേക്ക് ഉണ്ടാക്കി കൊടുത്തത് ഹസീബാണ്. സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ പടമാണ്. ഹസീബുമായിട്ട് നല്ല ബന്ധവുമായിരുന്നു ജയറാം എപ്പോഴും വീട്ടിൽ വരും, നിരന്തരം ഫോൺ ചെയ്യും. അവർ ഭയങ്കര കമ്പനിയായിരുന്നു. ജയറാമിൻ്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. അതിവിനയവും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണെന്നൊക്കെയുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഫേക്കായിട്ടുള്ള ആളാണ്. അത് ആ കാണിക്കുന്ന വിനയൊന്നും ശരിയല്ല. ഹസീബെ ജയറാമിനെ വിശ്വസിക്കരുതെന്ന് ഹസീബിനോടും ഹസീബിൻ്റെ ഭാര്യയോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. എനിക്കറിയാം, പലരുടെ അനുഭവവും നമുക്കറിയാം. അതുകൊണ്ട് നീ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുള്ള, ഹസീബിനോട് പറഞ്ഞിട്ടുള്ള, എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇളയനിയും പറഞ്ഞിട്ടുണ്ട്, സകല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ അന്ധമായിട്ട് ജയറാമിനെ വിശ്വസിച്ചു. കാളിദാസൻ്റെ സിനിമ വേറെ ആരോ ചെയ്ത പടമാണ്. അത് അവരിട്ടിട്ട് പോയതാണ്, തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടിട്ട് പോയത്. അത് ഹസീബിൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട്, തട്ടുകേട് വന്നാൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം ഞാൻ ഉണ്ടാക്കി തന്നിരിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഹസീബ് ആ പ്രോജക്റ്റിന് വേണ്ടി ഇറങ്ങിയത്. അത് പഞ്ചാബിൽ, ഹൈദരാബാദ്, ഫിലിം സിറ്റിയിലൊക്കെ ഷൂട്ട് ചെയ്തതാണ്. ഒരുപാട് പൈസ മുടക്കി ചെയ്ത സിനിമയാണ്. പഞ്ചാബിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ്, എൻ്റെ ഇളയ ബ്രദറും പറഞ്ഞു, ഹസീബെ പോയ പൈസ പോയി, ഇതിന് മുമ്പോട്ട് പോകരുത്, അത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ടും ജയറാമേട്ടനോട് ഞാനൊരു വാക്കോ, ജയറാമേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ജയറാമേട്ടൻ ധൈര്യം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ആ പടം പൂർത്തിയാക്കി. വലിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമ ഫ്ലോപ്പായിപ്പോയി. സാമ്പത്തിക ബാധ്യതകൾ വന്നു, അവൻ മാനസികമായിട്ട് തകർന്നു. പിന്നീട് അവന് സ്ട്രോക്ക് വന്ന് അവൻ മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. കീഹോൾ സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നു. അതെല്ലാം മലയാള സിനിമയിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ജയറാം മാത്രം അറിഞ്ഞിട്ടില്ല. ജയറാം മാത്രം ആ കാര്യം അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള സകല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. നിരന്തരം ജയറാം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ പടം ഫ്ലോപ്പായിട്ട് പോലും ഹസീബിനെ വിളിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അന്നും ചോദിച്ചിട്ടില്ല. പിന്നീട് മകളുടെ കല്യാണത്തിനാണ് വിളിക്കുന്നത്. എത്രയോ 2-3 വർഷത്തിന് ശേഷം വിളിച്ചപ്പോൾ ഹസീബിന് സംസാരത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കത്തില്ല പുറത്തോട്ട് വരുന്നത്, അവൻ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കത്തില്ല പറയുന്നത്. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുള്ള സമയത്ത് ജയറാം വിളിച്ചപ്പോൾ ആണ് ജയറാം അയ്യോ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അങ്ങനെ വോയിസ് മെസ്സേജ്, ഹസീബിന് സംസാരിക്കാൻ പറ്റുന്നില്ല, വൈഫാണ് സംസാരിക്കാൻ, ഹസീബിന് ആ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലും ഉണ്ട്. എൻ്റെ വാക്ക് കേട്ടിട്ടാണെന്ന് ഞാൻ എപ്പോഴും കണ്ണനോട് പറയും. എൻ്റെ ഒരൊറ്റ ഉറപ്പിന്മേലാണ് ഹസീബ് ചെയ്തത്. ഹസീബ് അതിന് ഞാൻ വരുന്നുണ്ട്, 10 ദിവസത്തിനകം ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു.
ഇന്ന് വരെ വന്നിട്ടില്ല. എന്താണെന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല. അസീബ് വിളിച്ച ഫോൺ എടുക്കത്തുമില്ല. വലിയ ചതിയാണ് ജയറാം ചെയ്തത്. അവൻ എങ്ങനെ നിന്ന ഒരാളാണെന്നറിയാമോ? വലിയ ചതിയാണ് ചെയ്തത്. എന്തായാലും അമ്മയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ. പഴയ പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞ സംഘടന ശക്തമായ ഒരു സംഘടനയായി മാറട്ടെ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നീതി ലഭിക്കുന്ന ഒരു സംഘടനയായി മാറട്ടെ എന്ന് എടുത്തു പറയുകയാണ്. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ കിരീടം റിലീസ്, അതാണ് നമ്മുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം. അത് അന്ന് ഹിറ്റായതുപോലെ വീണ്ടും പടം എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഹിറ്റാകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. കിരീടം എല്ലാവരും കാണണം. റിലീസ് ചെയ്യുമ്പോൾ ഞാനും ഭയങ്കര എന്തുവാ കാണാൻ കാത്തിരിക്കുകയാണ്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ശരിക്കും കാണണമെന്നുള്ളൊരാഗ്രഹം കൂടി. പണ്ട് കണ്ട സിനിമയല്ലേ, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു ടെക്നോളജിയൊക്കെ വെച്ച് പുതിയ രീതിയിൽ വരുമ്പോൾ പഴയ തലമുറയിലുള്ള ആൾക്കാർ പുതിയ രീതിയിലും കാണട്ടെ. പുതിയ തലമുറയിലുള്ള ആൾക്കാർ ഇവർ ചെയ്തു വെച്ചിട്ട് ലെജൻസ് ചെയ്ത ഈ സിനിമ തീർച്ചയായിട്ടും കാണണം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പാഠപുസ്തകം പോലെയുള്ള ഒരു സിനിമയാണ് കിരീടം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ ഒരു സിനിമ പുതിയ തലമുറയിലുള്ള ആൾക്കാരും കാണണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പ്രാവശ്യമെങ്കിലും കാണാതിരിക്കാൻ പറ്റത്തില്ല ആ സിനിമ. പണ്ട് കണ്ടവരും ഇനി കാണാനുള്ളവരും എല്ലാവരും കാണുമ്പോൾ ശരിക്കും തീർച്ചയായിട്ടും അത് ഹിറ്റാവാനാണ് സാധ്യത. ഓക്കെ, വളരെ സന്തോഷം. ഇത്രയും സമയം എന്നോടൊപ്പം ചിലവഴിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു.